കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആരോപണ വിധേയരെ വീണ്ടും ചോദ്യം ചെയ്യും. MSF നേതാവ് മുഹമ്മദ് കാസിം, DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെയാണ് ചോദ്യം ചെയ്യുക. കേസ് അന്വേഷിക്കുന്ന SITയുടെ ആദ്യ യോഗം പൂർത്തിയായി. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, എന്തായാലും വീണ്ടും തുറക്കുകയാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയരായിട്ടുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തന്നെയാണോ തീരുമാനം? എന്താണ് SIT നീക്കം? കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ ആദ്യ യോഗം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം കാര്യമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻപ് ഏറ്റവും ആദ്യം പ്രതിയായിരുന്ന കാസിം, അതായത് യൂത്ത് ലീഗ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കാസിം, അതോടൊപ്പം തന്നെ റിബേഷ് അടക്കമുള്ള DYFI നേതാവ് റിബേഷ് അടക്കമുള്ള പ്രവർത്തകരെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അതുമാത്രമല്ല, മെറ്റയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഫേസ്ബുക്കിലാണ്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിരുന്നു ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം എവിടെയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്, അത് ആദ്യമായി ആരാണ് പോസ്റ്റ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പോൾ മെറ്റയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത, അതായത് കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമ ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത ആളുകളെ കണ്ടെത്താൻ മാത്രമേ നിലവിൽ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുള്ളൂ. ഇത് എവിടെ നിന്നുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആര് തയ്യാറാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും നടക്കുന്നത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനിയും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരും CPIMുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യമായ നിലയിൽ മുൻപോട്ട് പോകില്ല എന്ന ആരോപണം UDFന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതിനനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയാൽ അത് അന്വേഷണത്തിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിലെ SIT പ്രതികരിച്ചിട്ടുള്ളത്. അതുമായി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലവിലെ SIT ഉദ്യോഗസ്ഥരിൽ കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ട് കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം.